ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ചിതറിപ്പോയൊരു ജനതയെ ഇനിയും ഒരുമിച്ച് ഒരു കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു? കഴിയും, ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അതിനെ അങ്ങനെ ഒരു കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സമ്മതിക്കില്ല. അതിൻ്റെ ഏക തടസ്സങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. കാരണം അവർക്ക് വോട്ട് കുത്തികളും പോസ്റ്റർ ഒട്ടികളും ജാഥ തൊഴിലാളിയായിട്ട് കാലങ്ങളായിട്ട് ഈ ആളുകളെ വേണം. അത് വെച്ചിട്ടാണ് അവരുടെ നേട്ടങ്ങൾ മൊത്തം അവർ കൊയ്തെടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നേട്ടങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഇല്ലാതെ ആവുന്നതിൻ്റെ വേദന അവർക്കറിയാം. അതുകൊണ്ട് അവർ ആ വേദന സഹിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് അതിലേക്ക് വിടില്ല. ഇതിൻ്റെ ഇടയിൽ ഫൈറ്റ് ചെയ്ത് വേണം ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അതും എനിക്കറിയാം. ഈ ST വിഭാഗത്തിൽ 36 വിഭാഗത്തോളം ഉണ്ടല്ലോ. ഈ 36 വിഭാഗങ്ങളിലും അതിതീവ്രമായൊരു ജാതീയമായൊരു കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അവർ തനിയെ അവരുടെ ജാതീയമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, അതുണ്ടാവണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അത് മാറരുത്. കാരണം അവരേത് ജാതി ശ്രേണിയിലാണോ വിശ്വസിച്ച് നിൽക്കുന്നത് അതവരുടെ അസ്തിത്വം, വ്യക്തിത്വം, അവരുടെ അവകാശമാണ്. അതിനെ നിഷേധിക്കാൻ നമ്മളാരാ? അതിലൊരു സവർണ അവർണ മനോഭാവം നിലനിൽക്കുന്നു എന്ന് കേൾക്കുന്നതിൽ എത്രത്തോളം? അല്ല, സവർണ അവർണ മനോഭാവം ചില ആളുകളുടെ ഇടയിൽ ഉണ്ടാവും. അത് അവരുടെ അറിവില്ലായ്മയുടെ ഭാഗമായിട്ട് വരുന്നതാ. അതൊക്കെ നമുക്ക് തിരുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതങ്ങനെ വലിയ ആനക്കാര്യമൊന്നും അല്ല. അതൊക്കെ ഈ രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് മാറുമ്പോൾ, രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് മാറുമ്പോൾ വോട്ടിലേക്ക് ഒക്കെ പ്രതിഫലിക്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രതിഫലിച്ചിട്ടുണ്ട് ഈ കാലം അത്രയായിട്ടും. അതിനൊക്കെ തിരുത്തി വരുന്ന ഒരു സമയമുണ്ട്, അതുണ്ടാവും. ഇപ്പോൾ എല്ലാ കാലത്തും എല്ലാവരും ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എത്ര വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഇന്ന് അവർ ആ നിലയിലേക്ക് എത്തിയത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായി പിറ്റേ ദിവസം ഇവർ അധികാരത്തിൽ വരുമെന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതി നിലനിൽക്കുന്നിടത്തോളം കാലം അത്തരം വ്യവസ്ഥിതിക്കകത്ത് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കും ഉണ്ടാവും. അതിനെ മറികടന്നിട്ട് ശരിക്കും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ടേ വരാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ കാലതാമസം എടുക്കും. ജാനു തന്നെ പലപ്പോഴും പറയാറുണ്ട്, ആദിവാസി എന്ന് പറയുന്ന ഒരു മതം ഉണ്ടാക്കിയെടുക്കണം. അത് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ് ആദിവാസി ജനത എന്ന് പറയുന്നത്. കേരളത്തിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു 3-4 ലക്ഷത്തോളം വോട്ടർമാർ മാത്രമേ അല്ലേ ആദിവാസി കേരളത്തിലുള്ളൂ. 3-3.5 ലക്ഷം കിട്ടിയാലായി എന്നുള്ള അവസ്ഥയിലാണ്. ഓരോ വർഷം കഴിയുന്നതോറും അതിന്റെ കണക്ക് എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. കുറയുവാണോ കൂടുവാണോ എന്ന് പോലും പറയാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനകത്ത് വലിയ തോതിലുള്ള താല്പര്യമൊന്നും എന്തായാലും കാണുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ആദിവാസി എന്നൊരു മതം എന്നുള്ളൊരു രീതി ജാനു മുന്നോട്ട് വെക്കുന്നത് അത് എന്തടിസ്ഥാനത്തിലാണ്? അതിനെ ഒരു ആശയം എന്ന് പറയാൻ വേണ്ടി മാത്രം പറയുന്നതാണോ, അതോ അതിൻ്റെ അടിവേരിലെ തന്നെ മനസ്സിലാക്കി അതിൻ്റെ സ്വത്വം എന്ന രീതിയിൽ തന്നെ നിലനിർത്തി മുന്നോട്ട് പോകാനാണോ? ഇപ്പോൾ നമ്മൾ കേരളത്തിലെ മൊത്തം പൊളിറ്റിക്സും കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് മൊത്തമായിട്ട് നമ്മൾ എടുത്താൽ നമുക്കത് വളരെ കൃത്യമായിട്ട് അതിന് ഉത്തരം കിട്ടും. അതിനകത്ത് തന്നെ ഇപ്പോൾ ഓരോ സ്ഥലത്തും ഈ കാൻഡിഡേറ്റിനെ നിർത്തുന്നത് അത് ഒറ്റ കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എവിടെ ഏതൊക്കെ മതക്കാരാണ് നിൽക്കുന്നത് ആ മതത്തിലുള്ള ഒരാളെയാണ് നിൽക്കുന്നത്. അവിടെ പൊളിറ്റിക്സ് അല്ല നോക്കുന്നത്. പൊളിറ്റിക്സ് നോക്കിയിട്ടല്ല ഈ കാൻഡിഡേറ്റിനെ തീരുമാനിക്കുന്നത്. തീർച്ചയായും ജാതി നോക്കിയിട്ടാണ്, ജാതീയമായിട്ടാണ് നിർത്തിയാണ്. അതില്ലാതെ പോയത് കേരളത്തിലെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ അവർ നാനാവിധത്തിൽ ശിഥിലീകരിച്ച് ചന്നം ഭിന്നമായിട്ടാണ് ശരിക്കും നിൽക്കുന്നത്. ഇവരെയൊക്കെ ഏകോപിച്ച് നിൽക്കാൻ അവർക്കൊരു മതം വേണം. അതെന്താ തെറ്റ്? ഇപ്പോൾ ഇപ്പം ഞാൻ അടിയ സമുദായത്തിലുള്ള ആദിവാസിയാണ്. അടിയ സമുദായത്തിലെ ആദിവാസി എൻ്റെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് എല്ലാം എഴുതി കഴിഞ്ഞ് സമുദായ അടിയ എന്നും കൂടെ വെച്ചിട്ട് എൻ്റെ മതം എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദു എന്നാണ് വെക്കുന്നത്. ഞാൻ പോലും അറിയുന്നില്ല. എൻ്റെ മതം ഹിന്ദു എന്ന് എഴുതി അങ്ങ് ചേർക്കുക. അപ്പോൾ മതത്തിന് പോലും അലഞ്ഞു നടക്കുന്ന ആളുകളായിട്ടാണ് ഈ വിഭാഗത്തിനെ ശരിക്കും കണ്ടിരിക്കുന്നത്. അപ്പോൾ മതത്തിന് വേണ്ടി അവർ അലഞ്ഞു നടക്കരുത്. അവരുടേതായിട്ടുള്ള ഒരു മതം അവർക്ക് ഉണ്ടാവണം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു മതമുണ്ട്. ആദിവാസിക്ക് ഉണ്ടാവണത് ഉണ്ടായിക്കോട്ടെ. ഇപ്പോൾ 36 വിഭാഗം എല്ലാവരുടെ സംസ്കാരം, ജീവിത രീതി, ഭക്ഷണ രീതി, ഭാഷ എല്ലാം വേറെയാണ്.
അതിലൊന്നും ഞാൻ തർക്കിക്കുന്നില്ല, എല്ലാം വേറെ തന്നെയാണ്. പക്ഷേ ആദിവാസി എന്നുള്ളൊരു വാക്കിൽ എല്ലാവർക്കും ഏകോപിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഗോത്രമഹാസഭയിൽ എല്ലാവരും വന്നത്. ഇപ്പോൾ ഗോത്രമഹാസഭ എന്ന് പേര് പോലും ഇട്ടത് ഗോത്ര തനിമയിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും. ഗോത്ര സംസ്കാരത്തിൽ ജീവിക്കുന്നത്, ഞാൻ അടക്കമുള്ള ആളുകൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗോത്ര കൂട്ടായ്മ എന്നുള്ളത് തന്നെയാണ് ഗോത്രമഹാസഭ എന്നുള്ള പേരിൻ്റെ അർത്ഥം പോലും. അപ്പോൾ ഈ ആദിവാസി എന്നുള്ള പേര് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. 36 വിഭാഗവും തനിയെ ഇപ്പോൾ കുർച്ചൻ, കുറുമൻ, അടിയൻ, പണിയൻ, കരിമ്പാലൻ, മാവിലൻ, ഇങ്ങനെ ഉള്ളാടൻ, ഇങ്ങനെ എല്ലാ വിഭാഗത്തിലും ഓരോ വിഭാഗം ഉണ്ടെങ്കിലും ഇവരൊക്കെ അവസാനം ആദിവാസിയാണെന്ന് അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് ആദിവാസി എന്നൊരു മതമാകുമ്പോൾ അത് നിലവിൽ ഇവർ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, കൂടാലോ. ഇപ്പോൾ കേരളത്തിൽ ഈ 4.5 ലക്ഷം ആദിവാസികൾ ഈ മതത്തിൻ്റെ പേരിൽ ഒറ്റക്കെട്ടായി നിന്നാൽ ഇവിടുത്തെ എല്ലാവരും ഞങ്ങളുടെ കൈ മുത്താൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അധികം ആളുകളൊന്നും വേണ്ട. ഇപ്പോൾ ബിഷപ്പിൻ്റെയും മറ്റുള്ള ആളുകളുടെയൊക്കെ കൈയല്ലേ മുത്താൻ പോകുന്നുള്ളൂ. ഈ 4.5 ലക്ഷം ഒറ്റക്കെട്ടായി മതത്തിൻ്റെ പേരിൽ നിന്നാൽ ഇവർ ഞങ്ങളുടെ ആദിവാസികളുടെയും കൈമുത്താൻ വരും. അത് ഈ മതത്തിൻ്റെ ഒരു പവറാണത്. ആ പവർ ഇല്ലാതെ പോയത് ഈ ജനതയ്ക്കാണ്. അതുകൊണ്ട് ആ പവർ അവർക്ക് ഉണ്ടാവണം. പൊതുസമൂഹത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അത് ഞങ്ങളുടെയും കൂടി ആവണം. അങ്ങനെ വിചാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റുണ്ടെന്നല്ല, അങ്ങനെ 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 പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെ പ്രാബല്യത്തിൽ വരുത്തണം. ഇപ്പോ എല്ലാ സംവിധാനവും ഒറ്റയടിക്ക് പ്രാബല്യത്തിൽ വന്നിട്ടല്ല. എത്രയോ ആളുകളുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലും സമരവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഓരോ സംഭവവും അംഗീകരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊരു തുടക്കം ഞങ്ങളും കുറിക്കുന്നു.